Hello friends, Art and Ashraf's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ. ഒട്ടുമിക്ക ഡിസൈനേഴ്സും ഈ ടൂൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ Illustrator ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ റൗണ്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾ ടൂൾ. ഈ ടൂൾ എടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഇതിൻ്റെ 4 കോർണറുകളിലും ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെയൊരു ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കർവിങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആവശ്യമുള്ള കർവ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. മാത്രമല്ല ഇത് കുറച്ച് ചെറുതാക്കി വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പിന് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു റൗണ്ട് പോലെയാണ് വന്നിട്ടുള്ളത്. വലുതാക്കി വരക്കും തോറും അതിൻ്റെ ഷേപ്പ് മറ്റൊരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കർവ് നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് റിസ്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കർവല്ല ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ വീണ്ടും അത് Ctrl Z അടിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കർവ് നമ്മൾ കുറക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വീണ്ടും അത് ആ കർവ് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. മാത്രമല്ല നമ്മളൊരു വർക്കിന് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഇൻവോയ്സ് ഡിസൈനാണ്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ നമ്മളിങ്ങനെ വരച്ചു, ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം ഇതുപോലെ ഒരുപാട് കോളങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കസ്റ്റമർ ഇതിനകത്ത് കുറച്ചുകൂടെ കോളങ്ങൾ ആഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയോ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ കോർണറിലെ ഷേപ്പ് വളരെ വൃത്തികേടായി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു അൺഷേപ്പായിട്ട് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പോസ്റ്ററോ എന്തെങ്കിലും ഒരു വർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലേഔട്ടുകൾ പലപ്പോഴും മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കും. കാരണം ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനൊരു ഷേപ്പ് വരച്ചു, അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഷേപ്പ് കമ്പോസിങ് ടോട്ടലി മാറ്റേണ്ടി വരും. ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാക്കേണ്ടി വരും. അപ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടാം. ഈ ഷേപ്പിൻ്റെ കോർണർ വളരെയധികം വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഡിസൈനേഴ്സ് പ്രിൻറ്റിംഗ് പ്രസ്സുകളിലും ഡിസൈനിങ് സെൻറ്ററുകളിലൊക്കെ ഡിസൈനേഴ്സ് ഇത്തരം ഷേപ്പ് ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ ഒരു ടൂള് അവർ ഉപയോഗിക്കാറില്ല. അവർ ഈ റെക്റ്റാങ്കിൾ ടൂൾ, ഒരു സാധാരണ റെക്റ്റാങ്കിൾ ടൂൾ എന്നുള്ള ഈ ടൂളാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫക്റ്റ് എന്ന ഓപ്ഷനിൽ പോയി കൺവേർട്ട് ടു ഷേപ്പ്, അതിൽ റൗണ്ടഡ് റെക്ടാങ്കിൾ എന്ന ഓപ്ഷനിൽ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ തുറന്നു വരുന്നു. ആ വിൻഡോ തുറന്നു വരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ ബോക്സിലുള്ള ഡിജിറ്റ്സ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ 0 പ്രസ് ചെയ്യുന്നു. ആ സെലക്റ്റായി എടുക്കുമ്പോൾ തന്നെ അവിടെ 0 പ്രസ് ചെയ്യുന്നു. അത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഷേപ്പിൻ്റെ പുറത്തേക്ക് ഒരു ലെയറും കൂടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ 0 പ്രസ് ചെയ്യുന്നത്. തൊട്ട് താഴെയുള്ള ബോക്സിലും നമ്മൾ 0 പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുള്ള ഷേപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ കർവ്ഡ് നമുക്ക് ലൈവായിട്ട് നിയന്ത്രിക്കാവുന്നതാണ്. ഇവിടെ ഈ മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ള ഈ ബോക്സിനകത്ത് നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ കർവ്ഡ് നമ്മളുടെ അളവിനനുസരിച്ചിട്ട് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മൗസ് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ ഷേപ്പിനെ നമുക്ക് വരുത്താവുന്നതാണ്. മറ്റൊന്ന്, പലപ്പോഴും നമുക്ക് ഒരു വർക്ക് ഒരു സ്കാനിങ് ചെയ്ത ഒരു ഫയലിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഡിസൈനേഴ്സിന് അറിയാൻ കഴിയും. അവിടെയൊക്കെ കൂടുതലും വർക്കുകൾ കസ്റ്റമർ ഒരു ബില്ല്, ഒരു ഇൻവോയ്സ്, ഒരു ഡിസൈൻ തരുന്നു. ആ ഡിസൈൻ നമ്മൾ അതേപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് അതേ ഡിസൈൻ തന്നെ വേണം. അതൊരു മില്ലിമീറ്റർ പോലും
ഡിഫറൻ്റ് ആവാതെ അതേ സെയിം വർക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് സ്കെയിലിൽ അളവെടുത്തിട്ട് ഏതാണ്ട് അതുപോലെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു ഇതാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അത് ഡിക്റ്റോ വർക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ സ്കാനിങ് ഫയൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇമേജ് ആയിരിക്കും സ്കാനിങ് ഫയൽ, അത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതേ ഷേപ്പ് തന്നെ അളവിൽ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഒരു സാധാരണ റെക്റ്റാങ്കിൾ ടൂൾ അതിന് മുകളിൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഇടുന്നു. നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ഗ്രീൻ കളറ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കാനിങ് ഫയലാണ് ഇവിടെ ഈ റെഡ് നിറത്തിൽ കാണുന്നത്. നമ്മൾ പുതുതായിട്ട് വരച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫക്റ്റ് എന്ന ഓപ്ഷനിൽ റൗണ്ട് റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഈ രണ്ട് ബോക്സിലും 0 പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് ബോക്സിൽ 0 പ്രസ് ചെയ്ത് തൊട്ടടുത്ത ബോക്സിലേക്ക് അത് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടാബ് അടിച്ച് കൊടുക്കാവുന്നതാണ്. ടാബ് അടിച്ചിട്ട് അവിടെയും 0 പ്രസ് ചെയ്യുന്നു. ഇവിടെ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ലൈവായിട്ട് തന്നെ കാണാവുന്നതാണ്. ഇനി നമ്മളിവിടെ നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള കർവ്ഡ് ആക്കി മാറ്റുന്നു. കറക്റ്റായിട്ട് ഡിക്റ്റോ ആയിട്ട് ഈ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കാൻ ചെയ്ത ഫയലിന് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഷേപ്പിൻ്റെ കർവിങ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിത് ആവശ്യാനുസരണം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയോ ഏത് വിധത്തിൽ ചെറുതാക്കുകയോ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ കർവിങ് അതുപോലെ തന്നെ ഒരു ചതഞ്ഞ എഫക്റ്റിലേക്ക് പോവാതെ അത് കറക്റ്റായിട്ടുള്ള ഒരു കർവിങ് നമുക്ക് കിട്ടുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ ഇതുപോലുള്ള ഇൻവോയ്സുകളും മറ്റു GST ബില്ലുകൾ, ടാക്സ് ഇൻവോയ്സൊക്കെ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ലേഔട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള രീതിയിലേക്കും ഈ ഷേപ്പിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ചെറിയ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ റെഡ് കളറിൽ കാണുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇവിടെ ഉള്ളത് സാധാരണ റെക്റ്റാങ്കിൾ ടൂളിൽ നമ്മൾ എഫക്റ്റിൽ കൂടെ പോയിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം ഇത് എത്ര ഡ്രാഗ് ചെയ്ത് വലുതാക്കിയാലോ ചെറുതാക്കിയാലോ കുഴപ്പം വരുന്നില്ല എന്ന് പറയുന്ന ഒരു ഷേപ്പാണിത്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും നമുക്ക് ഇത്തരം ഷേപ്പുകളുടെ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇവിടെ പാത്ത് ഫൈൻഡർ എന്ന ഓപ്ഷൻ കൂടെയാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയണത്. പാത്ത് ഫൈൻഡർ ഇതിനെ പറ്റിയിട്ട് അറിയാത്തവർക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമ്മളത് വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ ഷേപ്പിൻ്റെ ഈ ഭാഗം ഡിലീറ്റായി പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഷേപ്പിൻ്റെ ഒരു ഭാഗവും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ കാണാം ഇവിടെ ഈ ഭാഗത്തും ഇങ്ങനെ എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കർവ്ഡ് എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ രണ്ട് ഷേപ്പും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ഇതൊരു സാധാരണ റൗണ്ട് റെക്റ്റാങ്കിൾ ടൂളാക്കി മാറ്റാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റിൽ പോയിട്ട് എക്സ്പാൻഡ് അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഒരു സാധാരണ റെക്റ്റാങ്കിൾ ടൂൾ, റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കഴിഞ്ഞാലൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടാം. കാരണം ഇതൊരു എഫക്റ്റ് എന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇത്തരം എഫക്റ്റ് രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലുസ്ട്രേറ്റർ CC പോലുള്ള പുതിയ വേർഷനുകളിൽ റെക്റ്റാങ്കിൾ ടൂൾ ഇതുപോലെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആക്കാൻ വേറൊരു രീതിയും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിംഗ് മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈനിങ് രീതികളും കളറിങ് രീതികളൊക്കെ വിശദീകരിക്കുന്ന വീഡിയോകൾ ഇനി തുടർന്ന് വരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.